അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയതാണെന്ന് അവകാശപ്പെട്ടവർ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ബാക്കി വെച്ച് പോയത് എന്താണെന്നറിയാമോ? ജനാധിപത്യത്തിന്റെ പേരിൽ നടന്ന ഒരു സമരം എങ്ങനെയാണ് തികഞ്ഞ അരാജകത്വമായി മാറിയതെന്ന് ഡൽഹിയിലെ ജന്തർ മന്ദർ ഇപ്പോൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ദിവസങ്ങൾ നീണ്ടുനിന്ന CJP സമരം അവസാനിച്ചപ്പോൾ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ബാക്കിയായത് ടൺ കണക്കിന് മാലിന്യമാണ്. രാജ്യസ്നേഹത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും വലിയ വായിൽ സംസാരിക്കുന്ന ഈ കൂട്ടരുടെ തനി നിറമാണ് ജന്തർ മന്ദറിലെ ഈ അറപ്പുളവാക്കുന്ന കാഴ്ച. ശനിയാഴ്ച വൈകിട്ട് ഈ പാറ്റകൾ ഒഴിഞ്ഞു പോയതിന് പിന്നാലെ പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കാൻ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിന് വിന്യസിക്കേണ്ടി വന്നത് 500-ലധികം ശുചീകരണ തൊഴിലാളികളെയാണ്. മാലിന്യത്തിൽ അഭിരമിക്കുന്ന ഈ പാറ്റക്കൂട്ടം ബാക്കി വെച്ച താൽക്കാലിക ഷെഡുകളും ടെന്റുകളും നിർമ്മാണ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ 24 മണിക്കൂറും തൊഴിലാളികൾ പണിപ്പെടുകയാണ്. ജന്തർ മന്ദർ റോഡ്, ടോൾസ്റ്റോയ് മാർഗ്, ജയ്സിംഗ് റോഡ് തുടങ്ങി കണ്ണോട്ട് പ്ലേസ് വരെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും വൃത്തിഹീനമാക്കിയിട്ടാണ് ഈ സംഘം മടങ്ങിയിരിക്കുന്നത്. സമരം നീണ്ടതോടെ പ്രതിഷേധ വേദിയിലാകെ മിശ്രമാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയായിരുന്നു. ഒരു സാധാരണ പൗരബോധം പോലും ഇല്ലാതെയാണ് ഇവർ ഡൽഹി നഗരത്തെ ഒരു ചവറ്റുകുട്ടയാക്കി മാറ്റിയത്. NDMC-യുടെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടെയുള്ളവർ ട്രക്കുകളും ഓട്ടോ ടിപ്പറുകളും ഗ്ലോബർ മെഷീനുകളുമായി ഈ അഴുക്ക് നീക്കം ചെയ്യാൻ ഇപ്പോൾ അക്ഷീണം പ്രയത്നിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ തന്നെ വൻതോതിൽ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞു. സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ പൊതുമുതൽ നശിപ്പിക്കാനും രാജ്യ തലസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാനും ആർക്കും ലൈസൻസ് നൽകിയിട്ടില്ല ഈ രാജ്യം. സ്വന്തം ചുറ്റുപാട് പോലും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നത് ഒരു വലിയൊരു വിരോധാഭാസം തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഈ നഗരത്തെ സുന്ദരമാക്കി നിലനിർത്തുമ്പോൾ അതിൽ മാലിന്യം വാരിയെറിഞ്ഞ് ആനന്ദം കണ്ടെത്തുന്ന ഇവർ രാജ്യത്തിന് തന്നെ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ജന്തർ മന്ദർ പൂർവ്വസ്ഥിതിയിലാകുന്നത് വരെ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പാറ്റകൾ അവശേഷിപ്പിച്ച മാലിന്യങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നീക്കം ചെയ്ത് നാടിനെ വീണ്ടും സുന്ദരമാക്കാൻ ഈ രാജ്യത്ത് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. എന്നാൽ സമരം എന്ന പേരിൽ ഇവർ പുറത്തുവിട്ട അരാജകത്വത്തിന്റെയും ആഭാസത്തിന്റെയും രാഷ്ട്രീയ മാലിന്യം അത്ര പെട്ടെന്നൊന്നും ഈ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം വിഷമാണ് ഇവർ സമൂഹത്തിലേക്ക് വമിച്ചു കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.